നമസ്കാരം. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു മന്ത്രി. വൈഞ്ഞാറമൂട് വാമനപുരത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിൽ മന്ത്രിയും ഒപ്പമുണ്ടായിരുന്നവരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഇടിച്ച വാഹനത്തിലെ ഡ്രൈവറെ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ വന്ന ജി. സ്റ്റീഫൻ എം.എൽ.എയുടെ വാഹനത്തിൽ കയറിയാണ് മന്ത്രി ബാലഗോപാൽ തിരുവനന്തപുരത്തേക്ക് പോയത്. സംഭവത്തിൽ ഇടിച്ച കാറിന്റെ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി 45-കാരനായ മാത്യു തോമസ് ആണ് വാഹനം ഓടിച്ചിരുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ വൈദ്യപരിശോധനയിലാണ് മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയത്. ടാറ്റ നെക്സോൺ EV കാറാണ് മന്ത്രിയുടെ വാഹനത്തിലിടിച്ചത്. സംഭവത്തിന് പിന്നാലെ വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി ഇടിച്ച വാഹനത്തിലെ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കാർ ഡ്രൈവറുടെ പേരിൽ പോലീസ് കേസെടുത്ത ശേഷം വിട്ടയച്ചു. ശനിയാഴ്ച രാത്രി 10:15ഓടെയായിരുന്നു മന്ത്രി ബാലഗോപാലിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടത്. വെഞ്ഞാറമൂട് വാമനപുരത്ത് വെച്ചായിരുന്നു അപകടം. കൊട്ടാരക്കര ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു മന്ത്രി. എതിർദിശയിൽ തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട ഇലന്തൂരിലേക്ക് പോവുകയായിരുന്ന കാർ അതേ ദിശയിൽ സഞ്ചരിച്ച മറ്റൊരു കാറിനെ മറികടക്കാൻ ശ്രമിക്കവേ ഈ കാറിൽ ഇടിച്ച ശേഷം എതിരെ വന്ന മന്ത്രിയുടെ കാറിൽ ഇടിക്കുകയായിരുന്നു. മന്ത്രിയും കാറിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്നാണ് മന്ത്രി പിന്നാലെ വന്ന ജി. സ്റ്റീഫൻ എം.എൽ.എയുടെ വാഹനത്തിൽ കയറി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ നിയമനത്തെ ചൊല്ലി ആരോഗ്യ ധനമന്ത്രിമാർ തമ്മിൽ തർക്കം ഉടലെടുത്തിരുന്നു. പുതിയതായി ആരംഭിച്ച കാസർഗോഡ്, വയനാട്, ഇടുക്കി, കോന്നി മെഡിക്കൽ കോളേജുകളിലായി 180 ഡോക്ടർമാരെ നിയമിക്കുവാനുള്ള മന്ത്രി വീണ ജോർജിന്റെ ആവശ്യത്തിന് ധനവകുപ്പ് ഉടക്കിട്ടതോടെ തർക്കം ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലേക്കും നീളുകയായിരുന്നു. 2 ഇടങ്ങളിലേക്ക് 30 തസ്തിക മാത്രം അനുവദിക്കുവാനുള്ള ധനവകുപ്പിന്റെ നിലപാടിൽ മന്ത്രി വീണ ജോർജ് ക്ഷുഭിതയായി. സാമ്പത്തിക പ്രതിസന്ധി കാരണം കൂടുതൽ തസ്തിക അനുവദിക്കാനാവില്ലെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കിയതോടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട പ്രശ്നപരിഹാരത്തിന് ചീഫ് സെക്രട്ടറി എ. ജയതിലകിനെ ചുമതലപ്പെടുത്തി. 4 മെഡിക്കൽ കോളേജുകളിലുമായി 180 ഡോക്ടർ തസ്തിക ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി മാസങ്ങൾക്ക് മുൻപേ ധനവകുപ്പിന് കത്തയച്ചിരുന്നു. എന്നാൽ കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിൽ 30 തസ്തിക സൃഷ്ടിക്കാമെന്ന ധനവകുപ്പ് തീരുമാനത്തെയാണ് ആരോഗ്യമന്ത്രി പ്രകോപിപ്പിച്ചത്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള 34 ഡോക്ടർമാരെ ഇടുക്കി, കോന്നി മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റാമെന്നായി ധനമന്ത്രിയുടെ നിലപാട്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ താങ്ങാനാവുന്നതിലേറെ രോഗികൾ വരുന്നുണ്ടെന്നും അവിടെയുള്ള ഡോക്ടർമാരെ മാറ്റിയാൽ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റുമെന്നും മന്ത്രി വീണ ജോർജ് വാദിച്ചു. 4ഇടത്തും MBBS പഠനം നടക്കുന്നതിനാൽ 180 തസ്തിക തന്നെ വേണമെന്നും മന്ത്രി വ്യക്തമാക്കി. ചീഫ് സെക്രട്ടറി നിയോഗിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പരിഹാരം നീളുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ആശങ്ക. നേരത്തെ മുഖ്യമന്ത്രിയുടെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എന്ത് വില കൊടുത്തും പദ്ധതി തുടങ്ങണമെന്നും വഴിയിൽ നിന്നുപോയാൽ പ്രശ്നമില്ലെന്ന് മുഖ്യമന്ത്രി ധനമന്ത്രിയെ അറിയിച്ചിരുന്നു.